ഹായ്, ഞാൻ അമ്പിളി. നമ്മുടെ മനോഹരമായ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നീട് മുമ്പോട്ട് പോകുന്തോറും നമ്മുടെ ഇപ്പോൾ പഠിത്തത്തിന് ഇപ്പോൾ 1 തൊട്ട് 10 വരെയുള്ളതിന് ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിന് അതിന് വേറെ ഒന്നുമില്ല. 1, 2, 3 അങ്ങനെ അങ്ങ് പോയാൽ മതി. അത് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. ഏത് കോഴ്സ് എടുക്കണം, എന്തിലേക്ക് മാറണം, ഇതിൽ പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തുനിന്നുണ്ടാകും. എന്നിരുന്നാലും നമ്മൾ തന്നെ അത് തീരുമാനിക്കണം, ഇല്ലേ? അങ്ങനെ തീരുമാനിച്ച് മുമ്പോട്ട് പോയെങ്കിൽ അതിൽ നമുക്ക് തന്നെ അതെടുത്താൽ ശരിയാവും. അല്ലെങ്കിൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ പറയാത്തത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പരാജയപ്പെടും. അങ്ങനെ പല പല കൺഫ്യൂഷനുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണത്. പിന്നീട് ജോലിയായി, ഭാര്യയായി, അമ്മയായി, അങ്ങനെ ഒരുപാട് റോളുകളിലേക്ക് ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും ഇങ്ങനെ തന്നെയൊക്കെയാണ് കേട്ടോ. എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോഴേനും ആകെപ്പാടെ എല്ലാം കൂടെ മൊത്തത്തിൽ കുഴയുന്ന ഒരു സമയമാണ് അത്. നമ്മൾ എന്തെടുക്കണം, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണോ, അതോ നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുക്കണോ, എല്ലാം കൂടി ആകെ ഒരു കൺഫ്യൂഷൻ ടൈമാണത്. ഇത്ര കൺഫ്യൂഷൻ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ധൈര്യപൂർവ്വം നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു, എത്രയൊക്കെ പുറത്തു നിന്ന് കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, നമ്മുടെ മനസ്സിലൊരു തെറ്റ് ശരിയും ഏത് സമയത്തും ഉണ്ടാകും. അതിൽ നമ്മുടെ മനസ്സ് എന്താണ് ഉറച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും നല്ലത് എന്ന് നമുക്ക് തോന്നുന്ന വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. തെറ്റാണ് എന്ന് മനസ്സിലാകുന്ന ഒരു ടൈമിൽ നമുക്ക് ആ ശരിയിലേക്ക് മാറാനുള്ള ഒരു ടൈമുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയൊക്കെയാണ്. അല്ലാതെ എല്ലാവരും കറക്റ്റ്, നമ്മുടെ അച്ഛനമ്മയായിരുന്നാലും ബാക്കി നിർദ്ദേശിക്കുന്നവരൊക്കെയും ഈ തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് വന്നത്. അല്ലാതെ ആരും എല്ലാവരും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ശരിയായിട്ട് യാതൊരു ആൾക്കാരും ഈ ലോകത്തില്ല. അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ ആരും ഭയപ്പെടുക, അല്ലെങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങളുടെ ഒരു ഉറച്ച തീരുമാനത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ, അത് എടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന കോൺസിക്വൻസും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മളത് എടുത്തു അങ്ങനെയാണ് എന്നുള്ളതല്ല. ആ വഴികൾ ചിലപ്പോൾ സ്മൂത്തായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഒരു മനസ്സുറപ്പിൽ, നമ്മളുടെ മനസ്സ് ധൈര്യത്തോടു കൂടി നമ്മളത് മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഈ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ഒരു കുട്ടിക്കാലമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാനും മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ എന്താണ് സംഭവിക്കുന്നതെന്ന്, എനിക്ക് ചുറ്റും സംഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാകാതെ ആകെ ഒരു ഇരുട്ട് മൂടിയ ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ തലയൊക്കെ കറങ്ങുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാതെ തല ഇങ്ങനെ ഒരു പെരുത്തു പോകുന്ന അവസ്ഥയിലെ എന്ന് പറഞ്ഞ ഒരു രീതിയിലൂടെ കടന്നു പോയ ആളാണ്. ഇന്നിപ്പോൾ എൻ്റെ മോൾക്ക് 15 വയസ്സായി എന്ന് കരുതി എല്ലാം ഞാൻ മനസ്സിലാക്കി പഠിച്ച് പറഞ്ഞു എന്നൊന്നുമല്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ഒരുപാട് ലൈഫ് സ്റ്റേജിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത്. ആ കടന്നു പോയ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കതൊരു ഉപകാരമായേക്കാം. ഞാനതൊരു ഉപദേശമായിട്ട്, അല്ലെങ്കിൽ അതൊരു അഡ്വൈസായിട്ടല്ല തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും ജീവിതം ഈ പറയുന്നത് പോലെ കുഞ്ഞായി വളരുന്നു, വലുതാവുന്നു, ജോലി വാങ്ങിക്കുന്നു, ഇതൊക്കെ തന്നെയാണ് നടന്നു പോകുന്നത്. പക്ഷേ ഇതിനുള്ളിലൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എല്ലാം വ്യത്യാസമാണ്. അപ്പം അത് അനുഭവിച്ച് കഴിഞ്ഞു പോയവർക്ക്, മുമ്പേ പോയവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴോ അതിനൊരു അവരുടെ ഒരു അനുഭവം പറയാനുണ്ടാവും. ആ അനുഭവം നിങ്ങൾക്ക് ചിലപ്പം മാച്ചാവണം എന്നില്ല, നിങ്ങൾക്കതൊരു ഉപകാരമാവണം എന്നില്ല. ചില സമയത്ത് ചില വാക്കുകൾ നിങ്ങൾക്കതൊരു ഊർജ്ജമാകാം. കാരണം ഇങ്ങനെയൊക്കെയാണ് ഈ ജീവിതം, ഇതെല്ലാം സംഭവിക്കാം, ആരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനിതിലൊന്നും തട്ടിത്തടഞ്ഞ് വീഴാതെ മുമ്പോട്ട് പോകണം. അതിലാണ് നമ്മളുടെ ഇതെന്നുള്ളത്. വീഴുന്നതോ തെറ്റു പറ്റുന്നതോ ഒന്നും ഒരു കുറ്റമല്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. തളരാതെ പൊരുതുക എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പോലെ ഞാനും ഇത്രയ്ക്കൊന്നും എന്താ പറയുന്ന എല്ലാവരെയും പോലെ തന്നെ ആകെ ഒരു കൺഫ്യൂഷനായിട്ടും ഇനി ശരിയാവും. ഒരുപാട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. എന്നിരുന്നാൽ പോലും ഒരുപാട് സങ്കടങ്ങളിലൂടെയും എല്ലാം കരകയറി വന്ന ആളാണ്. ഇന്നും സങ്കടങ്ങൾ മുഴുവൻ ഒഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേൽക്കാനും നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയുള്ളൂ. ബാക്കി ആരെങ്കിലും നമ്മൾക്കതിന് ഹെൽപ്പായി ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കണമെന്നില്ല. നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമുക്ക് അവരൊരു ഉപകാരമാവും എന്ന് വിശ്വസിക്കുന്ന ആവണമെന്നില്ല നമ്മളുടെ കൂടെ പിന്നീട് ജീവിതത്തിൽ വരുന്നതോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഒരാളെ ഏതെങ്കിലും രീതിയിൽ നമ്മളത് ഏൽക്കാനും നമ്മൾ മുമ്പോട്ട് പോകാനും തയ്യാറാണ് എങ്കിൽ നമ്മൾക്കൊരു വഴിയായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവാം.
അത് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അതൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരം അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നമ്മളത് സാധിക്കും. അത് കടക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പരിശ്രമിക്കുക തന്നെ വേണം. അത് നമ്മൾ തന്നെ പരിശ്രമിച്ച് പുറത്തിറങ്ങിയാകേ പറ്റുള്ളൂ. അതിനായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാം, എന്ത് വേണമെങ്കിലും നമുക്കതിനായി സീക്ക് ചെയ്യാം. പക്ഷേ അതിൽ ആ ഒരു പ്രതിസന്ധി കടക്കുക എന്നുള്ളത് അതെങ്ങനെ കടക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ തന്നെ മനസ്സിലാക്കി അതിൽ നിന്ന് കടക്കുക എന്നുള്ളതേ ഒരു മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലം കഴിഞ്ഞു, ഭാര്യയായി, ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി, ഇത്രയും ഒരു 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എനിക്ക്. ഈ ഒരു പ്രായത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ബന്ധങ്ങളെക്കുറിച്ചാണെങ്കിലും ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും എനിക്ക് തോന്നിയതായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടതായ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാനും ഇതുപോലെ ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും ആ ഒരു സംശയങ്ങളും വേദനകളും എല്ലാം ഉണ്ടാകും. അത് നമ്മുടെ ഒരു അറിവ് ഇത് വെച്ച് നമുക്കിപ്പോൾ എന്താണ് അവർക്ക് പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നന്നാവുമായിരിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ഞാൻ പറഞ്ഞ പോലെ അഡ്വൈസ് അല്ല, അത് ഒരു എന്താ അതിന് പറയുക, ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കാൻ, അല്ലേ? ഇത് നമ്മളുടെ ഒരു അമ്മയാകുമ്പോൾ ആ പെയിൻ ഉണ്ടാകുന്ന ഒരു പെയിന്, ആ ഒരു പെയിൻ നമ്മൾ അനുഭവിച്ചതാണ്. ആ വേദന അനുഭവിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സ്ത്രീ ആ വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നത് എന്ന രീതിയിൽ അതിനെ നിസാരവൽക്കരിക്കാതെ അന്ന് അവർക്കുണ്ടാകുന്ന ആ മനസ്സിൻ്റെ ആ ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട ഒരു ഊർജ്ജം അനുസരിച്ച് നമുക്ക് കൂടെ നിൽക്കാൻ കഴിയണം. അതാണ് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. നമുക്കുണ്ടായ ഒരു മോശം അനുഭവമാണെങ്കിലും നല്ല അനുഭവമാണെങ്കിലും ആ രീതിയിൽ വിഷമിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് അതിനുള്ള ഒരു സഹായമാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്ത കാര്യം ഇതെനിക്ക് എന്തേ എന്നുള്ള ഒരു കാര്യങ്ങളും നിസാരവൽക്കരിക്കാതെ മുമ്പോട്ട് നമ്മൾ അവർക്ക് ധൈര്യം കൊടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ഒരു എല്ലാ കാര്യത്തിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയാവോ അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റേതായ രീതിയിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ആളെ കേൾക്കുക, അവരെ മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധി വരെ. എല്ലാമായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് എനിക്ക് സഹായിക്കാൻ നിങ്ങളെ, അല്ലെങ്കിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നതിലും എനിക്ക് അങ്ങനെ ഒരു മുൻ പരിചയങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും എന്താണ് എൻ്റെ ആ ടോപ്പിക്കിനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് നിങ്ങൾക്കറിയണം എന്നുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ആരും ഒന്നിനെക്കുറിച്ചോ തെറ്റുകളും ശരികളെയും ഒന്നിനെയും കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും കൺഫ്യൂസ്ഡ് ആവാതെ നമ്മുടെ മനസ്സ് എന്ത് പറയുന്നതെന്ന് അതനുസരിച്ച് നമ്മളുടെ ശരികളിലൂടെ മുമ്പോട്ട് പോവുക. ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഈ എല്ലാവരും, ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തവരെല്ലാവരും ഈ രീതിയിൽ തന്നെ മുന്നേറിയവരാണ്. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വേണ്ട. നിങ്ങളുടെ അറിവുകൾക്കനുസരിച്ച് ബാക്കിയുള്ള അറിവുകൾ നിങ്ങൾക്ക് അറിയുമല്ലാത്ത കാര്യങ്ങൾ പഠിച്ചും മുന്നേറിയും നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. ഓക്കെ, ബൈ.